ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ടൂറിസം മേഖലയിൽ കുതിച്ചുചാട്ടമുണ്ടാക്കുന്ന പദ്ധതിയാണ് സീപ്ലെയിൻ എന്ന് ദേവികുളം എംഎൽഎ അഡ്വക്കേറ്റ് എ രാജ. വർഷങ്ങൾക്ക് മുമ്പ് പഠനങ്ങൾ നടത്തിയ ശേഷമാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. പദ്ധതിക്കെതിരെ വനം വകുപ്പ് പ്രതിഷേധവുമായി വരുന്നത് ശരിയായ നടപടിയല്ലെന്നും പദ്ധതി കൊണ്ട് വന്യമൃഗങ്ങൾക്ക് ശല്യമുണ്ടാകില്ലെന്നും എംഎൽഎ പറഞ്ഞു. സീപ്ലെയിൻ പദ്ധതിയെ എതിർക്കുന്ന പ്രവണത വനം വകുപ്പ് ഉപേക്ഷിക്കണമെന്നും മൂന്നാർ അടക്കമുള്ള ഇടുക്കി ജില്ലയിലെ ടൂറിസം മേഖലയുടെ വളർച്ചയ്ക്ക് പദ്ധതി വഴിയൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ടൂറിസം രംഗത്ത് വൻ കുതിച്ചുചാട്ടം ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയാണ് സീപ്ലെയിൻ പദ്ധതി. സീപ്ലെയിൻ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പഠനങ്ങൾ നടത്തിയിരുന്നു. പഠനങ്ങൾ നടത്തിയതിന് ശേഷമാണ് ഈ പദ്ധതി ഇപ്പോൾ യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. കേരളത്തിലേക്ക് ഈ സീപ്ലെയിൻ പദ്ധതി വരുന്നു എന്ന് കേൾക്കുമ്പോൾ കേരളീയരാകെ വളരെ ആകാംക്ഷയോടുകൂടിയാണ് ഇതിനെ നോക്കിക്കണ്ടത്. എറണാകുളത്ത് നിന്ന് മൂന്നാറിലേക്കാണ് ആദ്യത്തെ ഈ ട്രയൽ ലാൻഡിങ് നടത്തിയിട്ടുള്ളത്. ഞാനും ആ ട്രയൽ ലാൻഡിങ്ങിൽ ഉണ്ടായിരുന്നു. അത്ര മനോഹരമായിട്ടുള്ള ഈ മലനിരകളുടെയും അതുപോലെ മൂന്നാറിൻ്റെ പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിച്ചുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു 20 മുതൽ 25 മിനിറ്റിനുള്ളിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയും. അപ്പോൾ ഈ പദ്ധതി ഇവിടെ യാഥാർത്ഥ്യമാക്കുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ വനംവകുപ്പ് അതിനെതിരെ പ്രതിഷേധവുമായി വരുന്നത് ശരിയായ നടപടിയല്ല. ഇത് വരുന്നത് കൊണ്ട് ഒരു വന്യമൃഗത്തിനും ഒരു ശല്യവും ഇത് ഉണ്ടാകുന്നില്ല. നേരത്തെ ഇതുപോലെ അരിക്കൊമ്പനുമായി ബന്ധപ്പെട്ടുള്ള കേസ് വന്നപ്പോൾ ആ കേസിന് വേണ്ടിയിട്ട് ചില ആളുകളെ അഡ്വക്കേറ്റുമാരായി അത് പരിശോധിക്കാൻ വേണ്ടി അവിടെ വിട്ടിരുന്നു. അവർ കൊടുത്തതിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ ആനേരങ്ങൾ ഡാമിൽ അവിടെ നേരത്തെ മുതൽ നടത്തിക്കൊണ്ടിരുന്ന ബോട്ടിങ് ഹൈക്കോടതി ഇടപെട്ട് നിർത്തി വച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇത് വന്യമൃഗങ്ങൾക്ക് ഒരു ശല്യം ഉണ്ടാക്കുന്നില്ല. ഒന്ന് വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ നിലവിൽ അവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ സ്പീഡ് ബോട്ടുമുണ്ട്, മോട്ടോർ ബോട്ട് അടക്കമുള്ള ആ ബോട്ടുകൾ ഉണ്ടാക്കുന്ന ശബ്ദത്തിനേക്കാൾ കുറവായിട്ടുള്ള ശബ്ദമാണ് ഇത് ഈ ഡാമിലേക്ക് ഇറക്കുമ്പോൾ ഉണ്ടാകുന്നത്.